നാം ഇന്ന് വായിച്ചു കേട്ട 2 വചനഭാഗങ്ങളും ആദ്യത്തെ നമുക്കറിയാം, വിശ്വാസത്തിൽ ധീരത പ്രകടിപ്പിച്ച് വിശ്വാസത്തിനൊക്കെ മാതൃകയായി തീർന്ന നേതൃസ്തംഭങ്ങളെയാണ് അവതരിപ്പിച്ചത്. ഹെബ്രായ ലേഖനത്തിലെ അപ്രകാരം ഈ നേതാക്കളെ നമുക്ക് മുൻപ് അവതരിപ്പിക്കുന്ന മുൻപേ 1-ാം വാക്യത്തിൽ വിശ്വാസത്തെ കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്. ഇത് അബ്രാഹത്തിൻ്റെ ജീവിതത്തെ, അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഇല്ലേ, മക്കളെ നൽകും, മണ്ണ് നൽകും. ഇതാണ് 2 വാഗ്ദാനം. കാനാൻ ദേശത്തേക്ക് നയിക്കും, നിന്റെ മക്കളെ ഞാൻ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും. മണ്ണും മക്കളും, ഇതാണ് അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനം. അതിനോട് അബ്രാഹം പ്രത്യുത്തരിച്ചതിനെ സംക്ഷിപ്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വിശ്വാസം എന്നാൽ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുന്ന ഉറപ്പാണ്. തൻ്റെ ദേശമായ കൽദായരുടെ ഊറിൽ നിന്ന് അതെല്ലാം ഉപേക്ഷിച്ച് അവൻ ആ കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടെ കാനാൻ ദേശത്തേക്ക് പുറപ്പെടുകയാണ്. അതുപോലെ തന്നെ പ്രത്യാശിക്കുന്നവ ലഭിക്കുന്നൊരു ഉറപ്പ്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. കാരണം മനുഷ്യരിൽ പ്രത്യാശ അർപ്പിച്ചാൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. കാരണം ജനതകൾക്ക് പിതാവാകാനുള്ള വാഗ്ദാനം അബ്രാഹത്തിൽ ലഭിക്കുമ്പോൾ കൂടെയുള്ളത് സാറായാണ്. സാറ പിന്നീടാണ് സാറായി. അബ്രാം പിന്നീടാണ് അബ്രാഹമാകുന്നത്. അബ്രാം എന്ന് പറഞ്ഞാൽ അബ്ബ പിതാവ്, അബ്ബി എൻ്റെ പിതാവ്, റാം ഉന്നതൻ. എൻ്റെ പിതാവ് ഉന്നതനാണ്. മക്കളില്ലാത്തവൻ അപ്പനിൽ ആശ്രയിക്കുമ്പോഴാണ് ഹെബ്രായ ഭാഷയിലെ അബ്രാം എന്ന് അബ്രാഹത്തിന് പേര് നൽകുക. പിന്നീട് അബ്രാഹത്തിൽ നിന്ന് ജനതകൾക്ക് പിതാവും ആകും, മക്കളെ ജനിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് അബ്രാം എന്നുള്ള പേര് അബ്രാഹമാകുന്നത്. ഇതുപോലെ തന്നെ സാറായി അങ്ങനെ തന്നെയാണ്. സാറായി എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം രാജകുമാരി എന്നാണ്. മക്കളില്ല, അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, രാജകുമാരി. നമ്മൾ പറയുന്ന കൊച്ചമ്മ 2 അർത്ഥത്തിലുണ്ട്. എന്നാലും അവൾ ഈ സാറായിയാണ് നീ രാജാക്കളുടെ മാതാവാകും, രാജമാതാവാകും എന്നുള്ള വലിയ വാഗ്ദാനം ലഭിക്കുമ്പോൾ സാറായാകും. മക്കളെ അവൾക്ക് ലഭിക്കുന്ന അർത്ഥം. കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുന്നതിന് ഉറപ്പും. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, മച്ചി അമ്മച്ചി എന്ന്. സാറായി സാറ, അബ്രാഹം. മച്ചിക്ക് അവനോ അവളോ ചേരുമ്പോഴാണ് മച്ചി അമ്മച്ചിയാകുന്നത്. അവനോ അവളോ ചേരുമ്പോൾ. ഞാൻ ഈ കൊടമ്പാക്കം അവിടെയുള്ള സിനിമ ഫീൽഡിലുള്ള അവരുടെ അടുത്ത് ഒരിക്കലൊരു ടോക്കിന് പോയ സമയത്താണ് അവിടെ ഈ പവിത്രൻ അതിൽ സംവിധായകൻ അതിൽ സംബന്ധിക്കുന്നുണ്ട്. അപ്പം ഞാൻ വളരെ ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി, ഇദ്ദേഹം അവിടെ ഉണ്ടെന്ന് ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, എനിക്കറിയില്ല. ഒക്കെ സിനിമാ ഫീൽഡിലുള്ളവരാണെന്നറിയാം. അവരൊരു 10-50 പേരാണ് അന്ന് ആ ധ്യാനത്തിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിലെ ആടുതോമയുടെ കഥ, ചാക്കോ മാഷിയുടെ ഒക്കെ ഇങ്ങനെ കാര്യമായിട്ടിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും ക്ലാസ് കഴിഞ്ഞ് ആ ടോക്ക് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൈയടിച്ച് അവസാനം ഒരു മനുഷ്യൻ്റെ കൈയടി നിൽക്കുന്നില്ല. അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു ഈ മനുഷ്യനെ. പിന്നീടാണ് ചോദിച്ചറിഞ്ഞപ്പോൾ ഈ സ്ഫടികം എന്ന സിനിമയുടെ ആ ഭദ്രൻ അപ്പുറത്തുണ്ട്. ഭദ്രനാണ് അതേക്കുറിച്ച് പറഞ്ഞു വെച്ചത്. അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സിനിമ കൂടി ചെയ്യാനുണ്ട്, ആ സിനിമയുടെ പേര് ആ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, അവനോ അവളോ അത് എന്തുമാകാം, ആ എന്ന സിനിമയുടെ പേരെന്ന് അന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊരു 16-17 വർഷം മുൻപെയാണ്. അപ്പോഴെൻ്റെ മനസ്സിൽ വന്നതാണ്, ഈ മച്ചിയോട് അവനോ അവളോ ചേരുമ്പോഴാണല്ലോ ഈ അമ്മച്ചി ഉണ്ടാകുന്നത് എന്ന് അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ്.
വിശ്വാസത്തിൻ്റെ ഈ വഴിയിൽ അവർ വഴി നടത്തിയ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മുമ്പിൽ രണ്ടാം വായന വയ്ക്കുന്നുണ്ട്. അബ്രാഹത്തെ വഴി നടത്തിയ, നോഹയെ വഴി നടത്തിയ, അല്ലെങ്കിൽ മോശയെയും അഹരോനെയും, ന്യായാധിപന്മാരെയും രാജാക്കളെയും പുരോഹിതരെയും പ്രവാചകരെയൊക്കെ വഴി നടത്തിയ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സുവിശേഷ ഭാഗത്ത് നാം കണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകളെന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാണ്. ഒരിക്കൽ ഞാൻ ഈ സ്പിരിച്വൽ ആനിമേഷൻ സെൻറ്ററിലായിരുന്ന സമയത്ത് അവിടെ കൗൺസിലിങ്ങിന് വന്നിരുന്ന ഒരു ചേട്ടത്തി, അച്ഛൻ നന്നായി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് പ്രത്യേകമായിട്ട്? അതേ, പ്രവചനപരത്തിന് വേണ്ടിയിട്ടാണ്. എന്താ ഈ പ്രവചനപരത്തിന് വേണ്ടിയിട്ട്? ഇപ്പം കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി അറിയാച്ചാ പ്രവചനപരത്തിൽ കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി അറിയാം. നമുക്ക് വരങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി അറിയാം, അറിഞ്ഞിട്ട് വേണം ഓടി രക്ഷപ്പെടാൻ എന്നുള്ള പോലെയാണത്. ക്രിസ്തുവിൻ്റെ വഴിയിലെ അവൻ ഈ പ്രവചനപരം, നാം ജെറൂസലേമിലേക്കാണ് പോകുന്നത്. അവൻ അവിടെ ചെന്ന് മനുഷ്യർ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, അവൻ്റെ മേൽ അവർ തുപ്പും, അവൻ അവമാനിക്കപ്പെടും, അവൻ മരണത്തിന് വിധിക്കപ്പെടും. എത്ര കൃത്യമായിട്ടാണ് ക്രിസ്തുവിൻ്റെ മുൻപിലെ. പക്ഷേ ആ ദർശനപരമൊന്നും ആ പ്രവചനപരമൊന്നും അവനെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല. ചിലപ്പോഴെങ്കിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ചൊക്കെ നാം ചിന്തിക്കുന്നത് ഇതുകൊണ്ട് നമുക്കെന്തുപകാരം എന്നാണ്. അത് വെച്ച് നോക്കുമ്പോൾ കുറേയും കൂടെ മെച്ചമുണ്ടെന്ന് കരുതിക്കൊണ്ടാണെന്നറിയില്ല, കുറേ പേരൊക്കെ ഇതിൻ്റെ പുറകെയുണ്ട്. പക്ഷെ ഞാനിന്ന് പറയാൻ പോകുന്നതിനെക്കുറിച്ച് ഈ വരദാന ഫലങ്ങളെക്കുറിച്ചൊന്നുമല്ല. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 14-16 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഇന്ന് പറഞ്ഞ 3 പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസ ജീവിതത്തിൽ അത് നമ്മെ ബലപ്പെടുത്തും. അബ്രാഹത്തെ പോലെ മരണം വരെ വിശ്വസ്തനായിരിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. സകല മനുഷ്യരും ആ മലമുകളിൽ പേടകം നിർമ്മിക്കുന്നത് കണ്ട് പരിഹസിച്ചവര് നോഹയെ തളർത്തിയില്ല. ഭൂമി മുഴുവനും വരണ്ടു കിടക്കുകയാണ്, ജലമില്ല, കുടിക്കാൻ പോലും വെള്ളമില്ല. ഈ സമയത്താണ് ദൈവം നോഹയോട് പറയുന്നത്, നീ ആ മലമുകളിൽ പേടകം നിർമ്മിക്കുക. അങ്ങനെ നോഹയും കുടുംബവും മലമുകളിൽ പേടകം നിർമ്മിക്കുകയാണ്. താഴെ നിന്ന് ജനങ്ങൾ വന്ന് അവനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ അവന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു, ജലം പോലും ലഭിക്കാത്ത ഈ കാലയളവിൽ നിന്ന് വ്യത്യസ്തനായി ദൈവം ഈ മലകളെ മുഴുവൻ മൂടാൻ തക്ക വിധം ജലപ്രളയം ഒരുക്കും. അത് നോഹയുടെ വലിയ വിശ്വാസമായിരുന്നു. കാണപ്പെടാത്തവ ഉണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കും. കർത്താവ് അവന് വേണ്ടി പേടകത്തിൻ്റെ വാതിലടച്ച് അവനെ സംരക്ഷിക്കുന്നതും, പിന്നീട് ജലപ്രളയം 150 നാളുകൾക്ക് ശേഷം അതെല്ലാം അവസാനിച്ച് അവന് വേണ്ടി ആ വാതിൽ തുറന്ന് അവന് പുറത്തേക്ക് നയിക്കുന്നതൊക്കെ നാം വായിച്ചിട്ടുള്ളതാണ്. വിശ്വാസ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് വഴി നടത്തുമ്പോൾ പ്രഥമമായി അവൻ എന്ത് ചെയ്യുന്നു എന്നാണ് പുതിയ നിയമത്തിൽ യേശുമിശിഹ നമ്മെ ഓർമ്മിപ്പിക്കുക. പഴയ നിയമത്തിലെ വ്യത്യസ്തമായ രീതിയിൽ നാം വായിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിലൂടെയൊക്കെ പോയി നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പുതിയ നിയമത്തിലേക്ക് മാത്രമായിട്ട് വരികയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തും. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് ഒരേ ഒരു പാപമേ ഉള്ളൂ. നമ്മളാണ് അതിനെ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാക്കി, അത് വീണ്ടും കുഞ്ഞ് ലിസ്റ്റ് ഉണ്ടാക്കി, പിന്നെ കുമ്പസാര സഹായി അടിച്ചിറക്കി. അത് ആദ്യം 5-8 പേജ് ഒരു ചെറിയ ബുക്കലെറ്റായിരുന്നു. ഇന്ന് ഏതാണ്ട് 200 പേജിൻ്റെ പുസ്തകമാക്കിയിട്ടുണ്ട്. പാപങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂട്ടി വരിക. യോഹന്നാൻ സുവിശേഷത്തിലെ ലോകത്തിന് ഒരേ ഒരു പാപമേ ഉള്ളൂ. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനുഷ്യവംശത്തിന് പാപങ്ങളില്ല, ഒരേ ഒരു പാപമേ ഉള്ളൂ. എന്താണത്?
അത് ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതിൻ്റെ പേരാണ് പാപമെന്ന്. ക്രിസ്തുവിൽ വിശ്വസിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ബാക്കിയെല്ലാം. കൊരിന്ത്യർക്ക് ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യരിൽ അതിങ്ങനെയാണ്: പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായതൊക്കെ അസ്തമിക്കും. പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായതൊക്കെ അസ്തമിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്നെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ പ്രവർത്തനം അതാണ്, നിന്നെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക. എന്താ നിന്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള തിന്മ എന്താണ്? അത് ദൈവത്തിൽ വിശ്വസിക്കായിക എന്നുള്ളതാണ്. അവിശ്വാസമാണ്, വിശ്വാസരാഹിത്യമാണ്. അതുകൊണ്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷം എല്ലാം എഴുതി കഴിഞ്ഞ് അവസാനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കും: യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അതുവഴി ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് താൻ ഇത് എഴുതിയതെന്ന്. ഈ സുവിശേഷത്തിൻ്റെ ഒക്കെ ലക്ഷ്യം അതാണ്, നിന്നെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിനക്ക് നിത്യജീവൻ ലഭിക്കുന്നതിനു വേണ്ടി. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നാം വിലയിരുത്തേണ്ടതും പരിശോധിക്കേണ്ടതും. ഞാൻ ക്രിസ്തുവിനോട് എന്തുമാത്രം അടുത്തിരിക്കുന്നു, അകന്നിരിക്കുന്നു, അവിടേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച് ഈ ബോധ്യം നമുക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ശിക്ഷാവിധിയിലേക്ക് നാം നീങ്ങുക. അതുകൊണ്ട് യേശുമിശിഹ തന്നെ പറയും, നിങ്ങൾ മനുഷ്യപുത്രനെതിരെ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ക്ഷമിക്കപ്പെടും. നിങ്ങൾ മനുഷ്യപുത്രന് ചെയ്യുന്ന എത്ര വലിയ തെറ്റായാലും അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ തെറ്റ് ഒരു കാലത്തും ക്ഷമിക്കപ്പെടുകയില്ല. എന്താ അതിൻ്റെ കാരണം? കാരണം ക്രിസ്തുവിനെതിരെ നാം തെറ്റ് ചെയ്താൽ ആ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധം നൽകുന്നത്, പാപബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ യേശുമിശിഹായ്ക്കെതിരെ നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതേക്കുറിച്ച് നമുക്ക് ബോധ്യം നൽകുന്ന പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നൽകുന്നത്. നാം പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചാലോ, നാം പരിശുദ്ധാത്മാവിനെ നിരാകരിച്ചാലോ പിന്നെ നമുക്ക് പാപബോധം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, മനുഷ്യപുത്രനെതിരായ എല്ലാ തെറ്റുകളും ക്ഷമിക്കപ്പെടും, പക്ഷെ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ഒരു കാലത്തും ക്ഷമിക്കപ്പെടുകയില്ല. കാരണം നമുക്ക് അനുതാപം നൽകുന്ന ആത്മാവിനെയാണ് നാം നിഷേധിക്കുന്നത്. സുബോധം നൽകുന്ന പരിശുദ്ധാത്മാവിനെയാണ് നാം നിഷേധിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ തെറ്റിനെ കുറിച്ച് ബോധ്യം ലഭിക്കുക? അപ്പൊ പാപബോധം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് നാം പ്രാർത്ഥിക്കണം. യേശുമിശിഹ സത്യമാണ്. അവനോടൊപ്പം യാത്ര ചെയ്യുക അത്ര എളുപ്പമല്ല, നമുക്കറിയാം. കാരണം എന്താണ്? എല്ലാം അറിയുന്നവനാണ്. 139 സങ്കീർത്തനം പറയുന്നത് പോലെ, ഞാൻ ഇരിക്കുന്നതും നടക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം അങ്ങ് അറിയുന്നുണ്ട്. എൻ്റെ നാവിൽ നിന്നൊരു വാക്ക് വീഴുന്നതിന് മുൻപേ അറിയുന്നവനങ്ങ്. ഈ അറിവെന്നെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ഞാൻ ആകാശത്തിലേക്ക് പറവയെ പോലെ ഓടിയൊളിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. അങ്ങ് കടലിൻ്റെ അഗാധത്തിലേക്ക് പോയാൽ അങ്ങ് അവിടെയുണ്ട്. അങ്ങ് തൃക്കരം എന്നെ പിടിക്കും. എവിടെ ഒളിക്കും കർത്താവേ നിൻ എന്ന് മരിച്ചവരുടെ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കാറ്. അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ഒളി ഓടിക്കാൻ പറ്റുകയില്ല. കാരണം അവിടുന്ന് എല്ലാം അറിയുന്നവനാണ്, അവിടുന്ന് എല്ലാം അനുവദിക്കുന്നവനുമാണ്. അവിടുന്ന് അനുവദിക്കാത്ത, അറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷെ പാപബോധം നമുക്കുണ്ടായില്ലെങ്കിലോ, നാം കുമ്പസാരിക്കാൻ പോകുമ്പോൾ നമ്മുടെ തെറ്റുകളുടെ കുറേ ലിസ്റ്റ് അങ്ങ് ഏറ്റുപറഞ്ഞാൽ പൂർണ്ണമായി എന്ന് കരുതുന്നിടത്ത് നാം ബോധത്തിൻ്റെ പൂർണ്ണതയിലെത്തും. കാരണം നാം ചെയ്ത തെറ്റുകളൊന്നും അവൻ അറിയാത്തതായിട്ടില്ല. എല്ലാം അവൻ്റെ മുൻപിലാണ് നാം ചെയ്തിരിക്കുന്നത്, എല്ലാം അവൻ്റെ കൺമുമ്പിലാണ്. പക്ഷേ ഞാൻ അവൻ്റെ പക്കലേക്ക് എന്തിനാ തിരികെ വരുന്നത്? അത് ദൂർത്തപുത്രനെ പോലെ സുബോധം ലഭിച്ച്
അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ അവൻ്റെ പക്കലേക്ക് വരുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ ഹൃദയത്തോട് ചേർന്നുള്ള, അവൻ്റെ ചങ്കിനോട് ചേർന്നുള്ള പാപക്ഷമയുടെ സമൃദ്ധിയാണ്. ദാസിദാസന്മാർ കഴിക്കുന്ന ദം ബിരിയാണി അല്ല അത് പാപക്ഷമയുടെ സമൃദ്ധിയാണ്. പിതാവിൻ്റെ പക്കല്, സ്വർഗീയ പിതാവിൻ്റെ പക്കല് ക്രിസ്തുവിലൂടെ നാം അത് അനുഭവിക്കുന്നുണ്ട്. അവൻ്റെ കൂടെയുള്ള സത്യത്തോടൊപ്പമുള്ള കൃപയിലൂടെയാണ് നാം അത് അനുഭവിക്കുന്നത്. സത്യം മാത്രമേ ഉള്ളെങ്കിൽ ആരവൻ്റെ കൂടെ നടക്കുക? നമ്മൾ ആരും നടക്കുകയില്ല. നമ്മളെ വ്യക്തമായിട്ട് അറിയുന്നവൻ്റെ കൂടെ നമ്മൾ നടക്കുമോ? നടക്കുകയില്ല. അതുകൊണ്ട് ആദ്യം ഞാനിപ്പോൾ പേരാമംഗലത്ത് വന്ന് ആദ്യ നാളിലൊക്കെ ഇങ്ങനെ കുമ്പസാരത്തിന് എല്ലാവരും ഇങ്ങനെ വരും. കാരണം എന്താ? അവർക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ സ്വരം അച്ഛനറിയില്ല. ആണ് എൻ്റെ കാര്യം. 1 മാസം കഴിഞ്ഞ് 2-ാമത്തെ മാസം ആകുമ്പോഴേക്കും എന്നെ അറിയുമെന്ന് തോന്നണേ. അപ്പം അത് കാരണം എന്നാ പുത്തമ്പള്ളിയിൽ ഒന്ന് പോയിട്ട് കുമ്പസാരിക്കാം, എന്നാ പിന്നെ ഗാഗുൽത്തായിലൊന്ന് പോകാം. കാരണം എന്താ? നമ്മെ അറിയും. നമ്മെ അറിഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ അച്ഛൻ ഓർത്താൽ എന്താ ഉണ്ടാകാൻ പോണേ എന്നുള്ളതാണ്. സത്യം അറിയുന്നവൻ്റെ കൂടെ നമുക്ക് നടക്കാനൊന്നും അത്ര എളുപ്പമല്ലെന്നേ. നമ്മളൊക്കെ കൂടെ നടക്കുന്നത് കാരണം എന്താ? നമ്മെക്കുറിച്ച് അവർക്ക് മുഴുവൻ അറിയില്ല എന്നൊരു ഉറപ്പുകൊണ്ടാണ്. നമ്മെക്കുറിച്ച് മുഴുവൻ അറിയുന്നവൻ്റെ കൂടെ നമ്മൾ വല്ലവരും നടക്കുമോ? എനിക്ക് എൻ്റെ ഇടവകയിൽ എന്ന് പറഞ്ഞ പറപ്പൂര് ഇടവകയിലെ ഒരു കാളിക്കുട്ടിയമ്മേനെ ഇപ്പോഴും പേടിയാണ് എനിക്ക്. ആ മുഖം ഓർക്കുമ്പോൾ പേടിയാണ്. അതിന് ഒരു കാരണം എന്താണെന്നറിയോ? ഈ ചെറുപ്പത്തിൽ സകല കുരുത്തക്കേടും ഇതൊക്കെ ഇവർ നന്നായി ഓർത്തിരിക്കുന്നുണ്ട്. ഞാൻ പട്ടം കിട്ടിയ അന്ന് ആഘോഷമായിട്ട് എല്ലാവരും കയ്യൊക്കെ മുത്തി, അത് കഴിഞ്ഞ് ആഘോഷമായിട്ട് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ വഴിയിലേക്ക് ആ ചുമ്മാരുമാഷ കടയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോണ്ട് കാളിക്കുട്ടിയമ്മയും വേറെ അവിടെ തൊട്ടടുത്തി ആള് നീട്ടി ഒരു തുപ്പ അങ്ങ് തുപ്പിയിട്ട് പറഞ്ഞു, മാപ്പിളാരും ഓർക്കണ്ട അന്ന് മധുക്കര വെച്ച് ദൈവമേ അതുവരെ ഉണ്ടായിരുന്ന സകല ഗ്യാസും പോയി. കാരണം അതിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. അതൊക്കെ നന്നായി ഓർത്തിരിക്കും. പിന്നെ കാളിക്കുട്ടിയമ്മേനെ കാണുമ്പോൾ ഞാൻ അപ്പുറത്തൂടെ പോവുള്ളൂ. കാരണം എന്താ വിളിച്ച് പറയാമെന്നറിയില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന ഉടുപ്പും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പട്ടം ഇതൊക്കെ മറക്കേണ്ടി വരും. കാരണം ആ മാതിരി ഉള്ളതാണ്, കുരുത്തക്കേടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ കാളിക്കുട്ടിയമ്മയുടെ എന്ന് മാറിപ്പോവും. തമ്പുരാൻ്റെ അവിടെ നിന്ന് എവിടേക്ക് മാറിപ്പോവാന്? അതുകൊണ്ട് ഒരു ഗുണം വെച്ചു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുന്ന വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നാം ദർശിച്ചു ചേർത്ത് വയ്ക്കുകയാണ്. കൃപയും സത്യവും നിറഞ്ഞതുമായ പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വം, സത്യത്തോടൊപ്പം കൃപയും കൂടി ഉണ്ടെന്ന്. അതാ നമുക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം. സത്യം അവൻ്റെ കൂടെയുണ്ട്, അവനെല്ലാം അറിയുമെങ്കിലും അവൻ്റെ കൂടെ കൃപയുണ്ട്. അവൻ്റെ കൂടെ കൃപയുണ്ട്. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ കൂടെ ഒക്കെ നമ്മൾ നടക്കണത്. അല്ലെങ്കിൽ ഈ പരിപാടി അവസാനിപ്പിക്കും നമ്മൾ. കാരണം എന്താ? നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം. എൻ്റെ കൂടെ നടക്കാൻ നമുക്ക് അത്ര എളുപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ കൂടെ നടക്കുന്നത് ഒരു ഒറ്റ ഉറപ്പിലാണ്, എൻ്റെ മുഴുവൻ ആൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ക്രിസ്തുവിലുള്ള ഗുണം, അവൻ സത്യം മാത്രമല്ല കൃപയും സ്വീകരിക്കുന്നവനും ധരിച്ചിരിക്കുന്നവനും പകരുന്നവനുമാണ്. പാപബോധം അത് പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ പത്രോസിനെ പോലെ അനുദപിക്കാനുള്ള കൃപയും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അത് ഈ സുബോധം നൽകിക്കൊണ്ടാണ്, അനുതാപം നൽകിക്കൊണ്ടാണ്. എന്നാൽ ആത്മാവിനാൽ വഴി നടത്തപ്പെടാതെ പോയാലോ? അപ്പൊ യൂദാസിനെ പോലെയാകും, നിരാശയിലേക്ക് പോകും. നിരാശയിലേക്ക് പോയാൽ പിന്നെ ജീവിതം അവിടെ അവസാനിപ്പിക്കും. പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവ് രണ്ടാമത് പറയുകയാണ്, അവൻ നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് നിന്നെ ബോധ്യപ്പെടുത്തും. അപ്പൊ തെറ്റ് ചെയ്തവനാണ് ഞാനെങ്കിലും, മഹാപാപിയാണെങ്കിലും, പൗലോസ്ലീഹയൊക്കെ എത്ര ചന്തമുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് റോമാലേഖനത്തിൽ അത് പറയുന്നത്. നമ്മളെല്ലാവരും പാപികളാണ്, എല്ലാവരും വഴിതെറ്റിപ്പോയി, ആരും ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് ആരുമില്ല. ഞാൻ പാപികളിൽ ഒന്നാമനാണ്. പറയാൻ വലിയ സുഖമുള്ള കാര്യമാണ്, പക്ഷേ അത്ര എളുപ്പമല്ല.
പാപികളിൽ ഒന്നാമനാണെന്ന് വിളിച്ചു പറയാനായി. പാപികളിൽ ഒന്നാമനാണെന്ന് വിളിച്ചു പറയാൻ നമുക്കുള്ള ധൈര്യം എന്താണ്? അത് ക്രിസ്തു തൻ്റെ കൃപയാൽ നമ്മോട് ക്ഷമിക്കുന്നു എന്നുള്ളതാണ്, നമ്മോട് കരുണ കാണിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ നീതിയുടെ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ നീതിയുടെ പ്രത്യേകത അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് മനുഷ്യനീതിയുടെ പ്രത്യേകത. അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കണം. അതിനപ്പുറത്തായപ്പോഴാണ് ബൈബിളിലെ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 34 അധ്യായത്തിലൊക്കെ നാം അത് വായിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ 12 മക്കൾക്ക് കൂടിയിട്ട് 12 മക്കൾ, ഒരൊറ്റ സഹോദരിയേ ഉള്ളൂ, ദീന എന്ന അവളുടെ പേര്. ബാക്കി 12 തടിമാടന്മാരുണ്ട്. പക്ഷെ ഒരുവള് ദീന, അവര് ലാബാന്റെ അവിടുന്ന് പോന്ന് ബഥേലിലേക്ക് എത്തുന്നതിന് മുൻപേ നല്ലൊരു പട്ടണമാണ് തോന്നിയപ്പോൾ ദീനായ്ക്ക് തോന്നി, ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ എന്നെ പോലെ സുന്ദരികളാണോ എന്ന് ഒന്ന് പരീക്ഷിക്കണം, ഒന്ന് നാടൊന്ന് ചുറ്റിക്കാണണം. അങ്ങനെ അവൾക്കൊരു ആഗ്രഹം ഉണ്ടായി. അവള് ആ പട്ടണത്തിലേക്ക് അങ്ങ് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സൗന്ദര്യമുള്ളവരെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള പ്രമാണിയുടെ മകൻ, നമ്മുടെ നാട്ടുരാജാവിൻ്റെ എന്നൊക്കെ പറയുന്ന പ്രമാണിയുടെ മകൻ അവളെ മാനഭംഗം ചെയ്യുന്നു. അവളാകെ ലജ്ജിതയായി ഭയപ്പെട്ട് പിതാവിൻ്റെ പക്കലേക്ക് തിരികെ ഓടിയെത്തി. പിതാവിന് മനസ്സിലായി. പക്ഷേ തൻ്റെ 12 മക്കളോട് അത് പറയാനൊരു പേടി. കാരണം അവർ വെറുതെ വെക്കുകയില്ല. തങ്ങളുടെ 12 മക്കൾക്ക്, 12 സഹോദരങ്ങൾക്ക് ആകെയുള്ള ഒരു പെൺതരി സഹോദരി അത് ദീനയാണ്. അതുകൊണ്ട് യാക്കോബ് അത് പറഞ്ഞില്ല. പക്ഷെ എന്നാലും പിന്നീട് പറയാതിരിക്കാൻ പറ്റുമല്ലോ. ഗ്രാമത്തിൽ ഇവർ ഇറങ്ങിക്കഴിഞ്ഞത് അറിയാം. അതുകൊണ്ട് യാക്കോബ് അവരോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് പതുക്കെ പറഞ്ഞൊക്കെ തീർക്കാം. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് തീർക്കാം. അപ്പൻ്റെ മക്കളല്ലേ. അപ്പനാണെങ്കിൽ ചതിയിൽ പായസം മുന്നിൽ വെച്ച് ഏസാവിന് ചതിച്ചവനാണ്. തോല് അല്ലേ, അട്ടിൻഡോമത്തിൻ്റെ ഉടുപ്പ് വെച്ച് ചേട്ടൻ്റെ അനുഗ്രഹം ചതിയിലെടുത്തവനാണ്. അങ്ങനെ യാക്കോബിൻ്റെ കഥ പിന്നീട് ദൈവം തിരുത്തുന്നുണ്ട്. റാഹേലിന് ഇഷ്ടപ്പെട്ടിട്ട് പിന്നീട് ലയ അവൾ വന്ന് ആദ്യ രാത്രിക്ക് കട്ടിൽമ വന്നിരുന്നു. അവനാണെങ്കിൽ കണ്ണു തുറക്കാനില്ല. കാരണം എന്താ, ഇത്രയും നാൾ 7 കൊല്ലത്തോളം ഇങ്ങനെ ആഗ്രഹിച്ച് ഇതാ തൻ്റെ അടുത്തേക്ക് റാഹേൽ വരുന്നു എന്നാണ് അവൻ്റെ ധാരണ. വേഗം പറഞ്ഞ് ലൈറ്റ് എടുത്തിക്കോ. അങ്ങനെ പെട്ടെന്ന് ലൈറ്റ് കെടുത്തിന്നാണ് പറയണം. ഇന്നത്തെ പോലെ സെൻസറൊന്നും ചിലപ്പോൾ പെട്ടെന്ന് വന്ന് കിടന്നതും പോയതും ലയായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായത്. രാവിലെ എഴുന്നേറ്റ് കണ്ണൊക്കെ തിരുമ്പി നോക്കുമ്പോണ്ട് ലയ വേറെ എവിടേക്കും നോക്കണ പോലെ. അവൾ കോങ്കണ്ണിയായിരുന്നു. ഉടനെ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് യാക്കോബ് ലാബാന്റെ അടുത്തേക്ക്, അമ്മാവിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, ഇത് ചതിയാണ്. 7 വർഷം ഞാൻ ജോലി ചെയ്തിട്ട് റാഹേലിന് വേണ്ടി ജോലി ചെയ്ത് ഈ ലയാണല്ലോ, ഈ കോങ്കണ്ണീനെയാണ് നീ തന്നത് എന്ന് പറഞ്ഞ് അവനോട് ദുഃഖം വേദനയൊക്കെ പറയുന്നു. ലാബാൻ പറഞ്ഞു, എൻ്റെ മോനെ, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യണില്ല. ചേച്ചി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അനീതിനെ കൊടുക്കുക? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയേ പതിവുള്ളൂ. അതുകൊണ്ട് ലയ എന്ന ചേച്ചിയെ നീ ആദ്യം സ്വീകരിച്ചു. നീ 7 കൊല്ലം കൂടി പണിയെടുക്കുക, അപ്പോൾ നിനക്ക് ഞാൻ എൻ്റെ ഇളയോളയും തരാം. അങ്ങനെയാണ് ലയയ്ക്ക് ശേഷം റാഹേലിനെ യാക്കോബ് സ്വന്തമാക്കണത്. ഒരുപക്ഷെ ദൈവം അവന് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടാകാം. ചേട്ടൻ ഏസാവ് നിൽക്കുമ്പോൾ അനിയനായ നീ അതെല്ലാം അടിച്ചു മാറ്റിയില്ലേ, ഇപ്പം നീ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്ക്, വ്യക്തതയിൽ നിന്ന് തമ്പുരാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണം. നമുക്കിത് ചിലതൊന്നും ഒപ്പം മനസ്സിലാക്കുകയില്ല. ഇത് വഴിയിലാണ്. നമ്മൾ പഠിക്കുമ്പോൾ പറയില്ലേ, 25% പാദാദി വിദ്യയുടെ ഒരു 25% സ്കൂളിൽ നിന്ന്, ഗുരുമുഖത്തിൽ നിന്ന്. പിന്നീട് 25% പാദാദി വിദ്യ ആരിൽ നിന്ന്? സതീർത്ഥ്യരിൽ നിന്ന്. പിന്നീട് ഒരു പാദാദി വിദ്യ 20%, അപ്പോൾ 75ആയി. ഈ 3/4 ഇവിടുന്നാണ്. അത് സ്വയപ്രയത്നത്തിലൂടെ. അങ്ങനെയാണ് വിദ്യാഭ്യാസം മുന്നോട്ട് പോണേ. എന്നിട്ട് ഭാരതീയ സംസ്കാരത്തിൽ പറയുകയാണ്, അവസാനത്തൊരു പാദമുണ്ട്, അത് നിനക്ക് ലഭിക്കുന്നത് കാലാന്തരയാണ്.
അത് ജീവിതാനുഭവത്തിൽ നിന്നാണ് നിനക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ബൈബിൾ വായിച്ചു പോഴുമ്പോൾ ഈ യാക്കോബ് ഇത്രയും ചതിയനായിട്ടുള്ളവനെ എന്തിനാ ദൈവം സംരക്ഷിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കഥ മുന്നോട്ട് പോകുമ്പോൾ നാം തിരിച്ചറിയും, ഈ യാക്കോബിന് തന്നെ ദൈവം ശരിയായ സുബോധം നൽകി. അവൻ തിരിച്ചു നടക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഏസാവ് വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ആടുമാടുകളൊക്കെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും മുന്നിൽ ലേയും പിള്ളേരെയും വിട്ടു, ആടുമാടുകളും വിട്ടു. കാരണം എങ്ങാനും ആക്രമിക്കുകയാണെങ്കിൽ ആ കോങ്കണ്ണിനെ ആക്രമിച്ചോട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകണം. ഏറ്റവും പുറകിൽ തൻ്റെ കൂടെ റാഹേലിന് മക്കളെ നിർത്തി. എന്നും യാക്കോബ് അങ്ങനെയാണ്. യാക്കോബിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അത്തരത്തിലാണ് അവൻ്റെ. കുതികാൽ പിടിച്ചവൻ എന്നാണ് യാക്കോബ് എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം. പക്ഷെ ഇവിടെ നാം കാണുന്നു, ഈ 12 മക്കൾ അറിഞ്ഞാൽ തന്നെക്കാളും അവർ കുറേയും കൂടെ അല്ലേ. അപ്പൻ ചതിയനാണെങ്കിൽ മക്കൾ 12 ചേർന്നാൽ എന്തായിരിക്കും സ്ഥിതി? അവർക്ക് ചതിയിൽ കുറവൊന്നും ഉണ്ടായില്ല. അവരെന്ത് ചെയ്തു? അപ്പനോട് പറഞ്ഞു, ഞങ്ങൾ അവിടെ സമാധാനമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കാം, അവരോട് വഴക്കുണ്ടാക്കാനൊന്നും പോണില്ല. എന്താ ഉടമ്പടി? ഉടമ്പടി ഇത്രയേ ഉള്ളൂ, അവരൊക്കെ ഈ പരിച്ഛേദന സ്വീകരിച്ചാൽ മതി. അപ്പോൾ നമ്മളൊക്കെ ഒറ്റ വിശ്വാസത്തിലോ ഒറ്റ സമൂഹമായിട്ട് അങ്ങനെ നമുക്ക് കൂടിക്കഴിഞ്ഞ് പോകാം അല്ലേ. ഒക്കെ ഒന്ന് കോംപ്ലിമെൻ്റ് ആക്കി നമുക്ക് മുന്നോട്ട് പോകാം. യാക്കോബ് പറഞ്ഞ പിള്ളേരെ തലയൊക്കെ നേരെയെന്ന് തോന്നണം, അവറ്റയ്ക്ക് വേറെ ബുദ്ധിയൊന്നും തോന്നിയില്ലല്ലോ. അപ്പോൾ യാക്കോബ് പറഞ്ഞ് നമുക്കത് സ്വീകരിക്കാം. അങ്ങനെ അവർ നാട്ടുപ്രമാണിയുടെ അടുത്ത് എന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ദീനയോടുള്ള സ്നേഹം മൂത്ത് അവരെല്ലാം സമ്മതിച്ചു. അങ്ങനെ അവരെല്ലാം പരിച്ഛേദനം സ്വീകരിച്ചു. പരിച്ഛേദനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് യാക്കോബിൻ്റെ 12 മക്കളുടെ തനിതരം പുറത്തു വന്നത്. അവർ പരിച്ഛേദനം സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിക്കാൻ കാരണം എന്താണ്? പരിച്ഛേദനം സ്വീകരിച്ചാൽ 2-3 ദിവസം പിന്നെ അവർ വേദനിച്ച് പുറത്തിറങ്ങില്ല. അങ്ങനെ അവർ വേദനിച്ച് പുറത്ത് ഇറങ്ങാതെ ഇരിക്കുന്ന സമയത്ത് അവരെ മുഴുവൻ നമുക്ക് നശിപ്പിക്കാം. 12 പേരും പുറത്തേക്ക് ഇറങ്ങി ആ നഗരം മുഴുവൻ വാളിനിരയാക്കി അഗ്നിക്കിരയാക്കി എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഒരു സഹോദരിക്ക് മാനഹാനി സംഭവിച്ചാൽ ആ നഗരം മുഴുവൻ നശിപ്പിക്കുകയല്ല വേണ്ടത്. ആ നഗരം മുഴുവനും അവിടെയുള്ള സകല മനുഷ്യരെയും വാളിനിരയാക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് ആ നിയമത്തെ അവരെന്ത് ചെയ്തു? തിന്മ വ്യാപിക്കാതിരിക്കാൻ അവർ പുതിയൊരു നിയമം മുന്നോട്ട് വെച്ചു ഇസ്രായേലിന്. എന്താണത്? കണ്ണിന് പകരം കണ്ണ്. നിനക്ക് ലഭിച്ച തിന്മയ്ക്ക് സമാനമായൊരു തിന്മയെ നീ അവരിന് ചെയ്യാവൂ. പല്ലിന് പകരം പല്ല്. നിനക്ക് ലഭിച്ച ഒരു തിന്മയ്ക്ക് സമാനമായൊരു തിന്മയെ ചെയ്യാവൂ. അല്ലാതെ ഒരു മാനഹാനിക്ക് ഒരു നഗരം മുഴുവനും നശിപ്പിക്കുന്ന അഗ്നിക്കിരയാക്കുന്ന ഒന്നിലേക്ക് പോകരുതെന്ന അതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ നീതി ഓരോരുത്തരും അർഹിക്കുന്നവന് നൽകുക എന്നുള്ളതാണ്. നമ്മൾ കോടതിയിലൊക്കെ അവിടെ വിധിയാളൻ വിധി പറയുന്ന സമയത്ത് അവൻ്റെ കുറ്റങ്ങളൊക്കെ വേർതിരിച്ച് പേർത്തൊക്കെ എടുത്ത് അവർ വിധി പറയും. തെളിവുകളുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. ഒരുപക്ഷെ അപരാധി തെളിവുകളുടെ വെളിച്ചത്തിൽ നിരപരാധിയാകാം. നാം കോടതികളിൽ നിന്ന് അത് കേൾക്കുന്നുണ്ട്. വേറെ ചിലപ്പോൾ നിരപരാധിയായിട്ടുള്ളവൻ തെളിവുകളുടെ അഭാവത്തിലും മറ്റ് സാഹചര്യ തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരുപക്ഷെ അപരാധിയായിട്ടും പോകാം. അപ്പോൾ മാനുഷികമായിട്ടുള്ള കോടതിയിൽ ഒരുപക്ഷെ നീതി അതൊരുപക്ഷെ നമുക്ക് ശിക്ഷ അർഹിക്കുന്നതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കാൻ കാരണമാകും. പക്ഷെ ദൈവത്തിൻ്റെ കോടതിയുടെ പ്രത്യേകത അതാണ്. ദൈവനീതി എന്ന് പറയുന്ന, കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കോടതിയിൽ പ്രത്യേകത എന്താണ്? ദൈവത്തിൻ്റെ കോടതിയിൽ പ്രത്യേകത, നീ തെറ്റുകാരനാണ്, നീ ഇനി വാദിക്കൊന്നും വേണ്ട, നീ പാപിയാണ്. പൗലോസ് ശ്ലീഹ റോമാലേഖനത്തിലെ 5-ാം അധ്യായം 6, 8, 10 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ടല്ലോ. ഞാൻ പാപിയായിരിക്കെ, ഞാൻ ബലഹീനനായിരിക്കെ, ഞാൻ ശത്രുവായിരിക്കെ അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ പാപിയും ബലഹീനനും ശത്രുവായിരിക്കെ അവൻ എനിക്ക് വേണ്ടി മരിച്ചു. സകല മനുഷ്യരും പാപികളാണ്, വഴിതെറ്റിപ്പോയി, ദൈവത്തെ അന്വേഷിക്കുന്നവരാരുമില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നു?
നിന്നെ വിചാരണ ചെയ്യുന്നില്ല. പകരം നീ പാപിയായിരിക്കെ തന്നെ നിന്റെ പാപം ക്ഷമിച്ച് നിന്നെ പുത്രസ്ഥാനത്തേക്ക്. ഇളയ പുത്രൻ പറയുന്നുണ്ടല്ലോ, അത് പിതാവേ, അങ്ങേക്കെതിരെയും സ്വർഗത്തിനെതിരെയും പാപം ചെയ്തു പോയി. പുത്രനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത പോലെ എനിക്കില്ല. ഇനി ഞാൻ ദാസനായിട്ട് ഇവിടെ കഴിയാം. കേൾക്കുമ്പോഴേക്കും അപ്പൻ മിക്കതും ആ പുത്രന്റെ മുഖം പൊത്തിപ്പിടിച്ചിട്ടുണ്ടാകാം. കൂടുതലായതൊന്നും അവൻ പറയാതിരിക്കാൻ. കാരണം തൻ്റെ മകനെ തിരിച്ചു കിട്ടിയതിലുള്ള വലിയ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആ ദാസന്മാരോട്, അവൻ്റെ ചെരുപ്പ് കൊണ്ടുവരിക, മോതിരം അണിയിക്കുക, അങ്കി ധരിപ്പിക്കുക, അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുക. ഇതിൻ്റെ പേരാണ് ദൈവനീതി എന്ന്. പരിശുദ്ധാത്മാവിന്റെ തെറ്റുകളെ കുറിച്ച് ബോധ്യപ്പെടുത്തുക മാത്രമല്ല, നീ പാപിയും ബലഹീന ശത്രുവായിരിക്കെ നിന്നെ സ്വീകരിക്കുന്ന, നിന്നെ അവൻ്റെ ചങ്കോട് ചേർക്കുന്ന ഒരു കരുണ, ദൈവനീതി അവൻ്റെ പക്ഷത്തുണ്ട്. ഇതാണ് നമ്മെ വീണ്ടും വീണ്ടും കുമ്പസാരത്തിന് അണയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. കാരണം എൻ്റെ തെറ്റുകൾ എന്നേക്കുമായിട്ട് മറക്കാനും പൊറുക്കാനും കരുണയുള്ള ഒരു ദൈവം ഉണ്ട്. ചിലപ്പോഴെങ്കിലൊക്കെ നമുക്ക് ആ കുമ്പസാരം നിരർത്ഥകമായി, നിഷ്ഫലമായി. 97 നമ്മൾ പീറ്ററച്ചൻ, അന്ന് ബെന്നിച്ചനാണ് എനിക്ക് മുൻപ് പുത്തമ്പള്ളിയിൽ കൊച്ചനായിട്ടുണ്ടായിരുന്നത്. ബെന്നിച്ചനും ബാബു ചേലപ്പാടനച്ഛനും. പിന്നീട് ബെന്നിച്ചൻ മാറി, ബാബുച്ചൻ 1 കൊല്ലം കൂടി ഇരുന്നു. അച്ഛൻ്റെ കൂടെ ഞാനും. അച്ഛൻ ഇന്നില്ല, അച്ഛൻ ഉടനെ ആണ് വീട്. അച്ഛൻ്റെ ആക്സിഡൻറ്റിൽ പെട്ട് കുറച്ച് നാൾ ആശുപത്രിയിൽ കിടന്നു. പിന്നീട് അച്ഛൻ നമ്മിൽ നിന്ന് വേർപിരിയുകയും ചെയ്തു. അപ്പോൾ ബെന്നിച്ചിന് ശേഷമാണ് ഞാൻ പുത്തമ്പള്ളിയിലേക്ക് വരുന്നത്. പിന്നെ ബെന്നിച്ചൻ അവിടുന്ന് കാൽവരിയിലേക്ക് മാറി. അപ്പോൾ മയിലിപ്പാടത്തൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പും കാൽവരിയിലേക്ക് വന്ന് അങ്ങനെയാണ് ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രം ആരംഭിക്കുന്നത്. പുത്തമ്പള്ളിയിലായിരിക്കുന്ന സമയത്ത് ആ ഒരു ബന്ധം ഇതിൻ്റെ ഞാൻ പെട്ടെന്ന് ഓർത്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ദൈവനീതിയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തും. നമ്മുടെ തെറ്റുകൾക്ക് അർഹമായ ശിക്ഷ നൽകാതെ അവൻ അർഹിക്കാത്ത പാപക്ഷമ നമുക്ക് നൽകുന്നവനാണ്. മനുഷ്യൻ അർഹിക്കുന്നവന് നൽകുന്ന നീതി നടപ്പാക്കുമ്പോൾ ദൈവം അനർഹമായ ദാനം, കൃപ നൽകി നമ്മെ അനുഗ്രഹിക്കും. ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ പാപബോധം നൽകി, തെറ്റുകളെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി, ദൈവനീതിയെക്കുറിച്ച് നിന്നെ ഓർമ്മപ്പെടുത്തി വീണ്ടും വീണ്ടും കുമ്പസാരിക്കും. പുത്തമ്പള്ളിയിലായിരുന്ന സമയത്ത് വീണ്ടും ഓർമ്മയിൽ വരികയാണ്. അവിടെ ഈ മാതാപാത, ഇത് രാവിലത്തെ കുർബാന കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേ ഉണ്ടായുള്ളൂ. അപ്പം ഞാനതൊരു 9:30 ഒന്നും കൂടി ആരംഭിച്ചു. അപ്പം അന്ന് താഴത്തെ പിതാവാണ് വികാരിയായിരുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, ഈ 9:30 തുടങ്ങിയ ആരെങ്കിലും വരുമോ? ആളുകളൊക്കെ വരും പിതാവ്. കാരണം ഞാൻ വീട് സന്ദർശനം കഴിഞ്ഞപ്പോൾ പല അമ്മമാരും പറഞ്ഞു, കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് ആയാലാണ് ഞങ്ങൾക്ക് ഫ്രീ ആകുള്ളൂ. ഒരു 9:30 മണിക്കായ കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റും എന്ന് അവരിങ്ങനെ ഒരു സംസാരം വീടുകളിൽ പോയപ്പോഴൊക്കെ അവർ പറഞ്ഞു. അങ്ങനെയാണ് 9:30 മാതാപാത ആരംഭിക്കുന്നത്. ആ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഇതാണ്. അവിടുത്തെ തൂണുകളിലെ സ്പീക്കറുകൾ ഇങ്ങനെ തുളം വെച്ചിട്ടുണ്ട്. ആ സ്പീക്കറിന് ചോടെയാണ് കുമ്പസാരക്കൂടൊക്കെ. എന്തൊരു തിരക്കാന്നറിയും മാതാപാതയ്ക്ക് ഇടയ്ക്ക് കുമ്പസാരം. കാരണം എന്താണ്? ഇവർ പറയുന്നത് അച്ഛനും കേൾക്കില്ല, അച്ഛൻ പറയുന്നത് ഇവരും കേൾക്കില്ല. കാരണം ഈ സ്പീക്കറിൻ്റെ താഴെയാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വികാരിച്ചോട് പറഞ്ഞു, അച്ഛ ഈ ഇടപാട് പറ്റില്ല. കുമ്പസാരം നടക്കണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്ത്, പള്ളിക്കകത്ത് കുമ്പസാരം വേണ്ട, തിരുക്കർമ്മങ്ങൾ നടക്കുമ്പോൾ. അന്ന് വലിയ ബഹളമൊക്കെ അവരുണ്ടാക്കാൻ വന്നെങ്കിലും ഞാൻ സൈഡ് വാതിലങ്ങ് പൂട്ടിയിട്ടു ഒരാഴ്ച. എന്നിട്ട് കുമ്പസാര കൂടുത്ത സൈഡിലെ ഹോളിലേക്ക് ആക്കി. അവിടെ ഇരുന്നിട്ട് കേട്ടാൽ മതി, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്തറിയോ, ഈ വെടിക്കെട്ടിൻ്റെ കൂടെ ഇത് പറഞ്ഞിട്ട് ആർക്കെന്ത് ഉപകാരം? എന്നാലും നമുക്കൊരിഷ്ടമാണ്, നമുക്കൊരു സന്തോഷം. ഈ വലിയ വെടിക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് പറഞ്ഞ് അച്ഛനും കേൾക്കുകയില്ല, അച്ഛൻ പറയുന്നത് ഇങ്ങോട്ടും കേൾക്കുകയില്ല. പാവർട്ടിയിൽ എനിക്കൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു. 5 മണിക്ക് കുമ്പസാര 5 മണിക്ക് കുർബാനയ്ക്ക് വരും, 4:50 പള്ളിയിൽ വരും. അമ്മാമ്മ വന്നിട്ട് അമ്മാമ്മ വെട്ടി പൊട്ടിക്കണ പോലെ അങ്ങ് ഉറക്കെ പറയും അമ്മാമ്മയുടെ പാപങ്ങൾ. അത് കഴിഞ്ഞാൽ കൈ ഒരു വരവുണ്ട് ഇങ്ങനെ.
അമ്മാമ്മ കൈ ഇങ്ങനെ കാണിക്കുക. ആദ്യ തവണ എനിക്ക് പേടിയായിരുന്നു. എന്താ അമ്മാമ്മ കൈ ഇങ്ങനെ? അമ്മാമ്മ പറഞ്ഞത് എനിക്ക് ഉറക്കെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു. പക്ഷെ ഞാൻ പറയുന്നത് അമ്മാമ്മ കേൾക്കുകയില്ല. അപ്പം അമ്മാമ്മ പരിഹാരം നിർദ്ദേശിക്കേണ്ടതാണ് 5 or 10 എന്നുള്ളത്. അപ്പം ഞാൻ അമ്മാമ്മയ്ക്ക് എന്ത് കാണിക്കണം? 5, 10 ഇങ്ങനെ നമ്മുടെ കുമ്പസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പറയാനാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, പാപബോധം ഉണ്ടായി കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് നമുക്ക് ശരിയായ ബോധ്യം ഉണ്ടാകുമ്പോൾ ഈ പൗലോസ് ശ്ലീഹായെ പോലെ നമുക്ക് പറയാൻ സാധ്യമാകും, എത്ര അഭിമാനത്തോടുകൂടെ ഞാൻ ഈ തെറ്റുകളൊക്കെ ചെയ്തവനാണ്, പാപികളിൽ ഒന്നാമനാണ്, പക്ഷെ ഇതെല്ലാം ക്ഷമിക്കുന്ന ഒരു തമ്പുരാനുണ്ട്, എല്ലാം ക്ഷമിക്കുന്ന ഒരു തമ്പുരാൻ എനിക്കുണ്ട്. ഈ വലിയ ബോധ്യത്തിൽ നിന്നാണ് ചില കുട്ടികൾ അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുമ്പോഴും അമ്മയെ വട്ടം പിടിച്ച് കരയുന്നത് കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കണ്ണൊക്കെ നിറയും അത്. കാരണം ഈ കുട്ടിക്ക് അപ്പോഴും അമ്മയുടെ അടി കിട്ടുന്നുണ്ട്, പക്ഷെ കുട്ടി വിടുകയല്ല. കാരണം എന്താ? കുട്ടിക്ക് വേറൊരു സ്ഥലത്തും രക്ഷയില്ല. അതുകൊണ്ട് അമ്മേനെ വിടാൻ കുട്ടിക്ക് പറ്റുകയില്ല. അമ്മയെ വട്ടം പിടിച്ച് കുട്ടിയിൽ നിൽക്കും. അവൾ ചെയ്ത തെറ്റിനെ അമ്മ അടിക്കുന്നുണ്ടാകാം, പക്ഷെ അവൾക്കറിയാം വേറൊരു സ്ഥലത്തും രക്ഷയില്ല. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് തിരിച്ചറിയുന്നവനാണ് അനുതാപത്തോടു കൂടെ തൻ്റെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? ന്യായവിധിയെക്കുറിച്ച് അവൻ ബോധ്യപ്പെടുത്തും. എന്താണ് ന്യായവിധി? നീ ദൈവത്തിൽ നിന്ന് പാപക്ഷമ സ്വീകരിച്ച് നിന്റെ തെറ്റുകളെക്കുറിച്ച് ബോധ്യപ്പെട്ട നീ ദൈവത്തിൻ്റെ പാപക്ഷമ സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട പുതിയൊരു സൃഷ്ടിയായ നീ നിന്റെ ജീവിതം ന്യായവിധി വരെയും നീതിയിലും സമാധാനത്തിലും സ്നേഹത്തിലും നീ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിരന്തരം നിന്നെ ബോധ്യപ്പെടുത്തും. അല്ലെങ്കിലോ ഒരു കുമ്പസാരം കഴിഞ്ഞ് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഒരു ദുഷ്ടാത്മാവ് പോയി വേറെ 7 കൊണ്ടുവരും. എനിക്ക് പരിചയമുള്ളൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. അങ്ങോര് കുറേ നാൾ കഴിയുമ്പോൾ ആള് വരും, അച്ഛ ഒരു കത്ത് വേണം. എങ്ങടാ? മുരിങ്ങൂർക്ക്. എന്തിനാ? ധ്യാനത്തിന് പോവാൻ. അങ്ങനെ കത്ത് കൊടുക്കണു. ആള് മുരിങ്ങൂര് പോയി ധ്യാനിക്കാൻ പോണു. ഞാൻ പിന്നത്തെ ശനിയാഴ്ച ആൾ വന്നിട്ടുണ്ടോന്ന് നോക്കും, പക്ഷെ ആൾ വന്നിട്ടില്ല. ചേട്ടത്തിയാരോട് ചോദിക്കും, ഇവിടെ ആളെ കണ്ടില്ലല്ലോ. അത് പോയി ചിലപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ അച്ഛാ. കാരണം ധ്യാന കേന്ദ്രത്തിൽ പോയാൽ അവിടെ സമയങ്ങളിലുള്ള ഈ കരിങ്ങാലിയും ബ്രെഡും കൃത്യസമയത്ത് കഴിച്ച് ആരച്ചടയ്ക്കണത്? ഒട്ടപ്പനായിട്ട് തിരിച്ചു ഒരു 3 ആഴ്ച കഴിയുമ്പോൾ. ഇവിടെയാണെങ്കിൽ കുടിച്ച് നടന്നിട്ട് കണ്ട രൂപമില്ല. 3 ആഴ്ച കഴിഞ്ഞ് ആളാഘോഷമായിട്ട് വരും. വീണ്ടും 1 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും പഴയപടി, ഒന്നിന് പകരം വേറെ 7 കൂടെ. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ന്യായവിധി വരെയും പൂർണ്ണ പാപക്ഷമ സ്വീകരിച്ച് ഞാൻ ന്യായവിധി വരെ എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന അത്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനം കൂടും, പിന്നെ കുറേ കഴിയുമ്പോൾ അതിനേക്കാളും കുരുത്തക്കേട് ഒപ്പിക്കും, പിന്നെ വീണ്ടും ആ ഒരു പണി പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരില്ല. പരിശുദ്ധാത്മാവ് ന്യായവിധി വരെ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ പാപബോധം, ന്യായവിധിയെക്കുറിച്ച്, ദൈവനീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കട്ടെ. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആദ്യ നാളുകൾ മുഴുവനും ഇന്ന് നമുക്ക് കാണാനും കേൾക്കാനും കണ്ണു നിറയെ കാണാനും തൊടാനും ഒക്കെയുള്ള ക്രിസ്തുവിൻ്റെ രൂപം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അപ്പുറത്ത് പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവാണ് ആദിമ ക്രൈസ്തവ സമൂഹയെ, നിങ്ങൾ ഉന്നതത്തിൽ ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്ക്. ആ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ജെറൂസലത്തും യൂദയായിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിട്ട് മാറും. അത് സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പ്രായശ്ചിത്ത ചിന്തയിലേക്ക്, അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മനുഷ്യനെതിരെ തെറ്റ് ചെയ്യുമ്പോഴും പാപബോധം നൽകി തിരിച്ചു കൊണ്ടുവരും ഈ പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ മുൻപാകെ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രഭാതത്തിലും
പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. ജഡത്തിൻ്റെ ഒരുപാട് ദുരാഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, ലോകത്തിൻ്റെ വ്യാപാരങ്ങൾ കടന്നു വരും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അത് എല്ലാ തരത്തിലും അശുദ്ധിയും, അനുക്ഷോഭവും, വെറുപ്പും, വിദ്വേഷവും, കോപവും, വൈരാഗ്യവും, അഹന്തയും, സ്വാർത്ഥതയും, അലസതയും, നിസ്സംഗതയും, അസൂയയും, വഞ്ചനയും, ചതിയും, വിവിധങ്ങളായിട്ടുള്ള ആസക്തികളും വിദൃശ്യമായ മറ്റു തിന്മകളാണെന്ന് അപ്പസ്തോലൻ നമ്മോട് പറഞ്ഞു വയ്ക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാൻ പറ്റുക? പരിശുദ്ധാത്മാവ് നിർവീര്യമാകും. പരിശുദ്ധാത്മാവിന് ഒരിക്കൽ നമുക്ക് മാമോദീസ ലഭിച്ചാൽ നഷ്ടപ്പെടുകയല്ല, നിർവീര്യമാകും. നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുവൻ നിന്നോട് പറയുന്നവ നീ തിരസ്കരിച്ചാൽ, നിരസിച്ചാൽ, സ്ഥിരമായി തിരസ്കരിച്ചാൽ, നിരസിച്ചാൽ ആള് നിർവീര്യമാകും. അത് അപ്പനാകട്ടെ, അമ്മയാകട്ടെ, സഹോദരനാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ആരുമായിക്കൊള്ളട്ടെ, നമുക്ക് നിരന്തരം നമുക്ക് നന്മ പറഞ്ഞു തരുന്ന ഒരാളോട് നാം പ്രതികരിക്കുന്നില്ല എങ്കിൽ നിർവീര്യമാകും. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ നിരുന്മേഷനാക്കരുത്. എങ്ങനെയത് സംഭവിക്കണേ? കാരണം പരിശുദ്ധാത്മാവ് പറയുന്നതിനോടൊന്നും നമ്മൾ ചെവി കൊടുക്കാണ്ടിരിക്കുക. നിരന്തരം അവന് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളെ നാം ചെവി കൊടുക്കാതിരുന്നാൽ ആത്മാവ് നിർവീര്യമാകും. കാരണം നമ്മുടെ ഹൃദയം കഠിനമാവും. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് നൽകിയതിനോർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. ആ പരിശുദ്ധാത്മാവാണല്ലോ ഞങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്, സാക്ഷ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടാണല്ലോ ആദിമ ക്രൈസ്തവ സഭയെ നീ വളർത്തിയെടുത്തത്, ബലപ്പെടുത്തിയത്. അതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെയും ആത്മാവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ്, ആത്മാവിന് വഴി നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്ത്യാനിയല്ല എന്നും റോമലേഖനത്തിലെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടാൻ ഉള്ള വലിയ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ആത്മാവ് ഭയത്തിൻ്റെ, ഭീരുത്വത്തിൻ്റെ ആത്മാവൽ, ശക്തിയുടെ, ആത്മബലത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിന് വഴി നടത്തപ്പെടാനുള്ള വലിയ ആഗ്രഹം നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. പാപബോധത്തെക്കുറിച്ച് നമുക്ക് ശരിയായിട്ടുള്ള അവബോധം നൽകുമ്പോൾ, സുബോധം നൽകുമ്പോൾ, തെറ്റുകളും കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ച് പിതാവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. പിതാവിൻ്റെ കരുണ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ അത് പകർന്നു കൊടുക്കാൻ ഒക്കെ നമുക്ക് സാധ്യമാകട്ടെ. അങ്ങനെ ന്യായവിധി വരെയുള്ള നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന് പ്രീതികരമായി, സജീവവും വിശുദ്ധവും പ്രീതികരമായ ബലിയായിട്ട് തീരാനും ദൈവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.